ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ആക്ച്വലി ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് മാർച്ച് 3 ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എല്ലാവരും പൊങ്കാലയൊക്കെ ഇടാൻ പോകുമല്ലോ, അപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് ഇന്ന് പിടിച്ചുവിടാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ കൊല്ലം ജഡായു പാറ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് ഒരു 9 o'clock ആയപ്പോൾ തന്നെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ട് തന്നെ റോഡ് ത്രൂ ഔട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ രണ്ട് സൈഡിലും നിറയെ വണ്ടികളൊക്കെ ഉണ്ട്. ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇങ്ങനെ ത്രൂ ഔട്ട് ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ എന്തുവാ വണ്ടി ഇങ്ങനെ ഒതുക്കിയിട്ടിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ. ആ റൈറ്റ് സൈഡിലും വണ്ടിയൊക്കെ ഇങ്ങനെ ഒതുക്കിയിട്ടിട്ടുണ്ട്. എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ത്രൂ ഔട്ട് ഒരു വിഷ്വൽ എന്ന് പറയുന്നത്. ക്യാമറയൊക്കെ ഉണ്ട് കണ്ടോ. മര്യാദയ്ക്ക് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് പോയില്ലെങ്കിൽ ഫിറ്റ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പോകുന്ന വഴിയിലെ വിശേഷങ്ങൾ ബാക്കി കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ത്രൂ ഔട്ട് ഫുൾ രണ്ട് സൈഡിൽ ഇങ്ങനെ വണ്ടി നിർത്തി ഇട്ടിട്ടുണ്ട് ത്രൂ ഔട്ട്. ഇപ്പൊ ഞങ്ങൾ ഏകദേശം എത്താറായത് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളിന്റെ അടുത്താണ് കേട്ടോ. പോകുന്ന വഴിയിൽ നമ്മൾ ഓബൈ താമര ഹോട്ടൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇവിടുന്ന് ഞങ്ങൾ നേരിയ ലുലു മാളിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ദിസ് ഈസ് ലുലു മോൾ. റോഡ് തിരക്കില്ലെങ്കിലും പക്ഷെ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു അങ്ങോട്ടൊക്കെ. പക്ഷെ ഇങ്ങോട്ട് വരുന്ന അനുസരിച്ചിട്ട് തിരക്കൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ആറ്റിങ്ങല് എത്താറായി കേട്ടോ നമ്മള്. അങ്ങനെ നല്ല രസമില്ലേ ഒരു കാണാനായിട്ട്. ഈ ലെഫ്റ്റ് സൈഡ് മൊത്തവും ഇവരുടെ ചെട്ടിനാട് സിമെന്റിന്റെ ആ ഒരു ബോർഡ് അവർ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ട് നല്ല ഒരു വ്യൂ കണ്ടത് കൊണ്ടാണ് ഞാൻ ഇതെടുത്തത് കേട്ടോ. ആ ഒരു യെല്ലോ ഫ്ലവർ ഒക്കെ കണ്ടു, നല്ല രസമില്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് പോകുന്ന വഴിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി. സോ അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ ഒരു നല്ല റെസ്റ്റോറൻറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിർത്തി ജസ്റ്റിന് ഫുഡ് കഴിച്ചിട്ടായിരിക്കും പോകുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആറ്റിങ്ങലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള പ്ലേസസ് വരുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഫുൾ ഒരു ഇതൊക്കെ ആവത്തില്ലേ. എനിക്ക് തോന്നുന്നു ഇവിടെ എന്താണ് സ്പെഷ്യൽ എന്ന് അറിയത്തില്ല. ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ടാണ് അറിയത്തില്ല. ഇങ്ങനെ റോഡ് സൈഡിൽ ഫുൾ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നൈറ്റ് ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. സോ അങ്ങനെ ഞങ്ങൾ പോവാണ്. അങ്ങനെ നമ്മള് ഇവിടെ ഏത് സ്ഥലമെന്ന് അറിയത്തില്ല. വരുന്ന വഴിക്കൊരു ചെറിയൊരു തട്ടുകട പോലത്തെ ഒരു കട കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ആ ഒരു കടയുടെ ഇപ്പുറത്തെ ഒരു കടയുണ്ട്. ആ കടയിലുള്ള കാഴ്ച കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ട് മക്കളെ, ഫുൾ ഉപ്പിലിട്ട സാധനം കണ്ടോ. എന്തൊക്കെയോ കുറെ വെറൈറ്റീസ് ഉണ്ട്. മാങ്ങ, നെല്ലിക്ക, ലൗലോലിക്ക, ജാമ്പയ്ക്ക, കാരക്ക, ഇഷ്ടംമാതിരി സാധനങ്ങള് ഉപ്പിലിട്ടതുണ്ട്. പിന്നെ ഇവിടെ ഒരു ജ്യൂസ് കടയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോകുന്ന കട ഈ ഒരു തട്ടുകടയിലാണ് ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. സോ എന്താണ് അവിടെ ഉള്ളതെന്നൊന്നും അറിയത്തില്ല. ഞങ്ങള് പ്യുവർ വെജ് ആണ് കഴിക്കാൻ പോകുന്നത് രാവിലെ. സോ
കാണാം ബാക്കി വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പൊ നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനായിട്ടോ. ഇത് നമ്മളെ കടയുടെ പേരൊന്നും അറിയത്തില്ല. നമ്മൾ വെജ് ആയതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തത് എന്താ ഓർഡർ ചെയ്തത്? അപ്പവും ഗ്രീൻ പീസ് കറിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് അറിയാവോ? വാഴയിലാണ് അവർ ഫുഡ് തരുന്നത്. കാണിച്ചു തരാം. യെസ്, ഇതാണ് നല്ല അപ്പവും ഗ്രീൻ പീസ് കറിയും സെയിം തന്നെയാണ് കേട്ടോ ഇവിടെ അപ്പവും ഗ്രീൻ പീസ് കറി. ഓക്കെ, അപ്പൊ നമുക്ക് കഴിച്ചിട്ട് കാണാം. ടേസ്റ്റ് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ വേറെ നിവർത്തില്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കും. അപ്പോൾ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അപ്പവും ഗ്രീൻ പീസ് കറിയും. എന്നിട്ട് ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കടയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ വണ്ടിയുടെ അടുത്തോട്ട് പോവാണ്. ഇനി നമ്മൾ വണ്ടി കയറിയിട്ടുള്ള ബാക്കി വിശേഷം. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഇനി നമുക്ക് 40 മിനിറ്റിനകത്താണ് കാണിക്കുന്നത് ഇവിടെ നിന്ന് ജഡായു പാറയിലായിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ അടുത്തുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ കടയിൽ കയറി കേട്ടോ. എന്താ വാങ്ങിക്കുന്നതെന്ന് കാണിച്ചു തരട്ടെ. എന്താ വാങ്ങിക്കാൻ പോണേ? ഇതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് കാണിച്ചു തരട്ടെ. എന്റെ ദൈവമേ, എന്തുമാത്രം ഐറ്റം അവിടെ ഇരിക്കുന്നുണ്ടോ. ഇവിടെ പിന്നെ അച്ചാറുകളുണ്ട്, പിന്നെ നമ്മുടെ കാന്താരി മുളകാണെന്ന് തോന്നുന്നു ഉപ്പിലിട്ടത്, പിന്നെ നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടത്, നെല്ലിക്ക ഉപ്പിലിട്ടത്, കാരക്ക, ഭയങ്കര പൊന്നോ. ഓക്കെ, നമ്മൾ വാങ്ങിച്ചു വയ്ക്കുന്നത് ഇപ്രാവശ്യം ജാമ്പയ്ക്ക ഉപ്പിലിട്ടതും ഇത് മറ്റേ നമ്മുടെ ചെറിയ നെല്ലിക്ക ഉപ്പിലിട്ടതാണ് നമ്മൾ വാങ്ങിച്ചു വയ്ക്കുന്നത്. ശീമ നെല്ലിക്ക. ഓക്കെ, അപ്പൊ ഞങ്ങള് ബില്ല് ചെയ്യാൻ പോവാന്ന് കേട്ടോ. ഗൈസ്, അങ്ങനെ എന്റെ കെട്ടിയോൻ എനിക്ക് ഇത് വാങ്ങി തന്നു. വാങ്ങി തരില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് കാറിൽ നിന്ന് ഇറങ്ങിയത്. എങ്കിൽ അറ്റ് ലാസ്റ്റ് മൈ കെട്ടിയോൻ എനിക്കിത് വാങ്ങി തന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ തിരിച്ച് കാറിൽ കയറട്ടെ. താങ്ക് യു. എന്തുകൊണ്ടാ വാങ്ങി തന്നെ എനിക്ക്? യെസ്, ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അറ്റ് ലാസ്റ്റ് മൈ കെട്ടിയോൻ എനിക്കിത് വാങ്ങി തന്നു. താങ്ക് യു. യെസ്, ബൈ ഗൈസ്. അപ്പൊ നമ്മള് ഏകദേശം അടുത്തെത്താറായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമ്മള് ഫുൾ ഒരു ഗ്രാമപ്രദേശം പോലെയൊക്കെ ആയി കേട്ടോ. ഇനി ഇങ്ങോട്ട് വരുന്നതനുസരിച്ചിട്ട് അങ്ങനെ ഏതൊരു ബസ്, അങ്ങോട്ടുള്ള ഏതൊരു ബസ്സാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാഴ്ചകളൊക്കെ കണ്ടുവരാനായിട്ട്. പക്ക ഒരു ഗ്രാമപ്രദേശം പോലത്തെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങി. നല്ല സ്മൂത്ത് റോഡ്, ഈ ഇടയ്ക്ക് ടാറിട്ടതാണെന്ന് തോന്നുന്നു. നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഒരു നല്ല ഭംഗിയുണ്ട്. ടണലൊക്കെയാണ്, ഒരു ഗ്രീനറി കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. ഗൈസ്, അപ്പൊ നമ്മൾ ആ ഒരു നാട്ടിൻ പ്രദേശത്ത് നിന്ന് നമ്മൾ ഒരു ജസ്റ്റ് ടൗൺ പോലത്തെ ഒരു ഇതിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് നമ്മൾ ലെഫ്റ്റിലോട്ട് കയറിയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. ഇനി ഏകദേശം ഒരു 5.4 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ഏകദേശമൊക്കെ എത്താറായി എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിതാ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇതാണ്ടേ, കണ്ടോ, അത് കണ്ടോ, നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. യെസ്, ഈ ഒരു പാറയിലേക്കാണ് ഗൈസ് ഞങ്ങൾ ഇതാ പൊക്കോണ്ടിരിക്കുന്നത്. ജഡായു പാറ. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് എടുത്ത വ്യൂ ആണ് കേട്ടോ. യെസ്, നമ്മള് ഗൈസ്, അപ്പൊ നമ്മൾ ഇതാ ജഡായു പാറയിലേക്ക് ഇതാ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിനകത്തോട്ടുള്ള വഴിയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്കൾപ്ചർ കണ്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ ലെഫ്റ്റിലോട്ട് ഒരു വഴിയുണ്ട്.
അതോട് പോകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ആ ഒരു ഇതാണ് ജഡായുവിലേക്ക് പോകുന്ന വഴി. ഓക്കെ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ല ഭംഗിയുണ്ട്. ഇതിനകത്ത് ഇത് ടൂറിസ്റ്റിന്റെ ആ ഒരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്തോട്ട് ഭയങ്കര രീതിക്ക് വണ്ടി കാര്യങ്ങളൊന്നുമില്ല. ടൂറിസ്റ്റിനായിട്ട് വരുന്നവർക്ക് വേണ്ടി മാത്രം വണ്ടികൾ ആ ഒരു ഇതൊക്കെയാണ്. ജഡായു എർത്ത് സെന്റർ എന്നവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടോ, ജഡായു എർത്ത് സെന്റർ. ഓക്കെ, യെസ്. അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ എത്തി. അപ്പൊ ഇനി അവിടെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇത് കാണിക്കണം. ഇതാണ് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഇത് ഇവിടെ ഇതുപോലെ ആളുണ്ട്. നമ്മുടെ കാറിന്റെ പാസ് എടുത്തതിന് ശേഷം 30 രൂപ പാർക്കിംഗ് ഉണ്ട്. അതൊന്ന് ചെയ്തതിന് ശേഷം നമുക്ക് അകത്തോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മള് കാറിന് പാസ് കാര്യങ്ങളൊക്കെ എടുത്തു. ഇതാ അകത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡ് മൊത്തം മുളയില് അവര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, ഒറിജിനൽ മുള. പിന്നെ അതുപോലെ തന്നെ ദാണ്ട് ഇതുപോലെ ഇങ്ങനെ രണ്ട് സൈഡിലും ത്രൂ ഔട്ട് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്, എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെയാണ് ജഡായു എർത്ത് സെന്റർ വരുന്നത്. നമ്മളിനി വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങോട്ടാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. വണ്ടി പാർക്ക് ചെയ്ത് വന്നതിന് ശേഷം ബാക്കി വിശേഷം കാണിക്കും. അപ്പൊ നമ്മള് ജഡായു കാറൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. നോക്കി ഇങ്ങോട്ടൊക്കെ. ഹലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ജസ്റ്റ് പറയാം കേട്ടോ, എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതാണ് ഇവിടുത്തെ ഒരു ഫുൾ ഒരു ഇത് ഔട്ട് വരുന്നത് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് ജഡായു, അതെന്താ എഴുതിയിരിക്കുന്നത്, ജഡായു എർത്ത് എന്നുള്ളതിൽ എന്തോ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ടിക്കറ്റ് എത്രയാണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, നമ്മൾ നോക്കാം. ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുവാണ്. അപ്പം നമ്മളിവിടെ ടിക്കറ്റ് ഒക്കെ എടുത്തു. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ വീഡിയോ എടുക്കാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. സോ നമ്മൾ ഇവിടെ ഹാഫ് പേയ്മെൻ്റ് ആണ് അടയ്ക്കേണ്ടത്. ബാക്കി ഹാഫ് പേയ്മെൻറ്റ് മുകളിൽ പോയിട്ടായിരിക്കും നമുക്ക് ചെയ്യേണ്ടത്. സോ ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയർ ആണ്, കണ്ട ഫുൾ ഗ്രീനറി ആണ്. നമ്മൾ കുടയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോണം. മുകളിൽ വെയിൽ കാര്യം നല്ല രീതിക്ക് അത്യാവശ്യം ഉണ്ടാവുന്നത് കൊണ്ട്. സോ ഇതാണ് വോക്കബിൾ വഴി. ഇതുവഴിയാണ് നടന്ന് നമ്മൾ മുകളിലോട്ട് പോകേണ്ടത്. ഫുൾ ഗ്രീനറി ആണ്. ഈ സൈഡിലെല്ലാം നമ്മൾ ഇവരെ മുളയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെക്കിങ് ഉണ്ടായിരുന്നു. നമ്മൾ ടിക്കറ്റ് അവർ ഇതുപോലെ കീറി തരും. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഇതിനകത്തോട്ട് ഈ ഒരു ഇതിനകത്ത് ഓട്ടോമാറ്റിക് ഡോറൊക്കെ ആയിട്ട്. വാവ്, നൈസ്. കണ്ടോ, ഈ ഒരു മുകളിലെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാണെന്നൊരു പിടിയില്ല, നമ്മൾ നോക്കട്ടെ. ഓക്കെ, നല്ല ഭംഗിയുണ്ട്. ആരും ഇത് തിരക്കേ ഇല്ല, നമ്മൾ രണ്ട് മാത്രം ഇങ്ങനെ നടന്നു വരുന്ന ഫീലാണ് കേട്ടോ. യെസ്, നമ്മളെ ഫ്രണ്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതുവഴി കയറാനാണ് പറഞ്ഞേക്കുന്നത്. യെസ്, ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ആ അതെ, യെസ്. ഇവിടെ നെക്സ്റ്റ് കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കണം. സോ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. സോ ഇതാണ് ഇതിനകത്ത് വരുന്ന ഒരു അറ്റ്മോസ്ഫിയർ. ഇതിനകത്ത് ഇവിടെ കേബിൾ കാറിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. സെലിബ്രേറ്റിംഗ് 15 years of excitement, happiness and safety at a spectacular destinations all over India എന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പറായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ അവർ ജഡായു കാർ ഇട്ടിട്ടുണ്ട്. കേബിൾ കാറിൻ്റെ ഓരോ ഇതായിരിക്കും കേട്ടോ അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. നൈസ്. അപ്പം നമ്മൾ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുത്തു. അത് ഇവിടെ കാണിക്കാം. ഇവിടെ കാണിച്ചതിന് ശേഷം ഇവരിവിടെ ഓപ്പൺ ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അവർ ഗൈഡ് തരും എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. സോ ഇതിനകത്ത് ഇവിടെ ടെർമിനൽ കഫേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ജ്യൂസ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. സോ പിന്നെ ഈ ഒരു റൈറ്റ് സൈഡിൽ ഇവിടെ ഈ ഒരു ഇതുണ്ട് കേട്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഫോട്ടോ എടുക്കും കേട്ടോ ഇവർ. ഫോട്ടോ എടുത്തിട്ട് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇതാണ്, നമ്മൾ
എടുത്ത ബാക്ക്ഗ്രൗണ്ട് ആ ഒരു വൈറ്റ് ആണ്. അവർ വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് അവർ എഡിറ്റ് ചെയ്ത് വെച്ചേക്കും. അത് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, പർച്ചേസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ അവിടെ നിന്ന് നേരെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ്. കണ്ടോ ഇതെന്താ, ഗ്ലാസിന്റെ എന്തോ ചെയ്തേക്കുന്നതാണ്. സോ പുറത്തുനിന്നുള്ള വ്യൂസ് ഇതാണ് കേട്ടോ. പുറത്തുള്ള റോപ്പ് വേ ബോർഡിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട്. യെസ്, ഇവിടെ വരുമ്പോഴും ഇതിനകത്തും നിറയെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിതാ നടന്ന് കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട് എന്താ ഈ ഒരു അതിൽ കൂടെ പോവാണ്. യെസ്, ഇതാണ് ഇവിടത്തെ. നമ്മൾ എന്ത് ചെയ്ത് നോക്കി ഇത്രയും വരെ ഉള്ളു കേട്ടോ. മുകളിൽ തിരക്കൊന്നും അറിയത്തില്ല, പക്ഷെ ഇവിടെ വരുമ്പോൾ ഉള്ള ഇത് ഇങ്ങനെയാണ്. കണ്ടോ കേബിൾ കാർ വരുന്നത് കണ്ടോ.